വിശദമായ വാർത്തയിലേക്കാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഇറാൻ ഒപ്പുവെച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വെള്ളിയാഴ്ച പൂർണ്ണമായും തുറക്കും. കരാറിന്റെ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കൻ ഉപരോധം നീക്കിയതോടെ ഇറാൻ കപ്പലുകൾ ഹോർമൂസ് കടന്നു തുടങ്ങി. ആന്റണി ജിസ്റ്റോർജുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്നാലും പശ്ചിമേഷ്യ ഒടുവിൽ സമാധാനത്തിലേക്ക് കടക്കുന്നു. കരാറിൽ ഒപ്പുവെച്ചെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്തെല്ലാം ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? തീർച്ചയായും ഫെബ്രുവരി 28 തുടങ്ങിയ ആ യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പല കുറി കേട്ടു, സമാധാന കരാറിലേക്ക് ഉടൻ ഇറാനും അമേരിക്കയും എത്തിച്ചേരും, ആ നിമിഷം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യം. ഏതായാലും ഇന്നലെയാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഇറാൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാറിന് ധാരണയായിരിക്കുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഈ കരാർ ഔദ്യോഗികമായി തന്നെ ഒപ്പുവെക്കും എന്നുള്ള പ്രഖ്യാപനം. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഡിജിറ്റലായി ഈ കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, ലോകം എപ്പോൾ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അറിയിച്ചിരിക്കുന്നു. കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു ഇറാനും അമേരിക്കയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോഴും ഈ കരാറിൽ എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത്, അതുപോലെ തന്നെ ഇറാന്റെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഈ ആണവായുധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറുന്നത്, അതിൻ്റെ ഭാവിയിലുള്ള വിനിയോഗം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇത് കരാറിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് അറിയേണ്ടത്. നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിൽ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇറാൻ അംഗീകരിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇറാൻ അംഗീകരിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഉടൻ തന്നെ വ്യക്തത വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഡിജിറ്റലായാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ജനീവയിലാണ് ഇരു രാജ്യങ്ങളും ഔപചാരികമായി ഈ സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത്. ആ ദിവസത്തിന് ശേഷം, അന്ന് ആ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമായിരിക്കും ഈ സമാധാന കരാർ, അതായത് ഇപ്പോൾ ഡിജിറ്റലായി ഒപ്പുവെച്ചിരിക്കുന്ന, ഇനി വെള്ളിയാഴ്ച ഔപചാരികമായി ഒപ്പുവെക്കാനിരിക്കുന്ന ആ കരാറിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ലോകത്തിന് വ്യക്തമാവുക. അതിനുശേഷം അത് പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഹോർമൂസ്, അതുതന്നെയാണ് ലോകത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടുകൂടി നേരിടേണ്ട ഉണ്ട് എന്നുള്ളതല്ല, നമ്മളിപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. LPGയും ഇന്ധനക്ഷാമവും ഒക്കെ, ഇന്ധനത്തിൻ്റെ വരവുമൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമാണ്. വിലക്കയറ്റത്തിലേക്കൊക്കെ ലോകം കടന്നു പോകുന്നൊരു ഘട്ടമാണ്. ഏതായാലും ഹോർമൂസ് കടലിടുക്ക് വെള്ളിയാഴ്ചയോടുകൂടി പൂർണ്ണമായും തുറക്കുമെന്ന് കൂടി അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഇറാൻ അതിന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ അമേരിക്ക ഹോർമൂസിൽ ഇറാൻ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഇറാന്റെ 5ലേറെ കപ്പലുകൾ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ വെള്ളിയാഴ്ചയോടുകൂടി ഹോർമൂസ് പൂർണ്ണമായും തുറക്കുന്നതോടുകൂടി കപ്പൽ ഗതാഗതം പൂർണ്ണമായും ഈ ഹോർമൂസിലൂടെയുള്ളത് പഴയ നിലയിലേക്ക് എത്തിച്ചേരും. നമുക്കറിയാം, പ്രതിദിനം ഏതാണ്ട് 3000-ഓളം കപ്പലുകൾ കടന്നു പോയിരുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോർമൂസ് എന്ന് പറയുന്നത്. അവിടെയാണ് പെട്ടെന്ന് ഈ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും കപ്പലുകൾ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതും പിന്നീട് US-ന്റെ ഉപരോധം കൂടി വന്നതോടെ ഒരു കപ്പലുകളും ഹോർമൂസ് കടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ കടലിടുക്ക് തുറക്കുന്നതോടുകൂടി ആ പ്രശ്നത്തിന്, പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. ഇപ്പോൾ US-ന്റെ ഉപരോധം ഹോർമൂസിൽ പിൻവലിച്ചിരിക്കുന്നു. ഇറാന്റെ കപ്പലുകൾ പോയി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പ്രതിസന്ധിക്ക് കൂടി പരിഹാരമാകുന്നു എന്നുള്ളതാണ്
ലോകത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഉണ്ടാകുന്നത്. അതേസമയം ഇസ്രായേൽ അവരുടെ അതൃപ്തി ഇക്കാര്യത്തിൽ തുറന്ന് പറയുകയും ചെയ്യുന്നു. ഈ സമാധാന കരാറിനോട് യോജിക്കാത്ത നിലപാടാണ് ഇസ്രായേലിന് ഉള്ളത് എന്നുള്ളതാണ്. ഇന്നലെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ഇസ്രായേലിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ്. അവർ നേരത്തെ തന്നെ പറയുന്നത് ഈ ഇറാന്റെ കയ്യിലുള്ള മിസൈൽ ശേഖരമടക്കം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെബനൻ അടക്കം ആ മേഖലയിൽ തങ്ങൾക്ക് ഭീഷണിയായവരെയൊക്കെ ആ ഭീഷണി ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവനയെ കൂട്ടി വായിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. ഈ സമാധാന കരാറിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല, അത് ട്രംപിൻ്റെ മാത്രം തീരുമാനമാണ് എന്നുകൂടി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഏതായാലും അമേരിക്ക പിന്മാറിയ സാഹചര്യത്തിൽ ഇനി ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ ഏതാണ്ട് സൂചനകൾ തന്നെയാണ്. പക്ഷേ ഒരു ആക്രമണത്തിലേക്ക് ഇനി ഇറാനിലേക്ക് ഇസ്രായേൽ പോകുമോ ഒറ്റയ്ക്ക് എന്നുള്ളതാണ് അറിയേണ്ടത്. അതേസമയം ലെബനനിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഗസയിൽ ഇത്തരത്തിൽ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. അവിടെ നിന്നൊന്നും ഇസ്രായേൽ ഇപ്പോഴും പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇറാൻ കരാറിലേക്ക് അമേരിക്കയും ഇറാനും എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ അവരുടെ നിലപാട്, അവരുടെ സുരക്ഷാ താല്പര്യങ്ങൾ, ഇസ്രായേലിൻ്റെ സുരക്ഷാ താല്പര്യങ്ങൾ തന്നെയാണ്, അത് സംരക്ഷിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.